നമസ്കാരം. നിലമ്പൂരുള്ള ഒരു കാക്ക, അദ്ദേഹം ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. നടന്ന് നേരെ ആദ്യം ഇവിടെ വന്നു നിന്നുകൊണ്ട് വിളിക്കാവുന്ന തെറിയൊക്കെ തൻ്റെ മുന്നിൽ കിട്ടിയവരെയെല്ലാം വിളിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്കിതുവരെ അഭയം തന്ന പലരെയും, തന്നെ താനാക്കി മാറ്റിയ പലരെയും വളരെ മോശം ഭാഷയിൽ പരാമർശിച്ചു. ഇവിടെ വെല്ലുവിളിക്കൽ നടത്തി. ഞാനിപ്പോൾ ഇവിടെ കേരളത്തിൽ മലമറിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മലയും മറിയാൻ വന്നില്ല. അങ്ങനെ ആ കാക്ക നേരെ അങ്ങ് തമിഴ്നാട്ടിലേക്ക് ഒരു വെച്ചുപിടിക്കൽ. അവിടെ ഒന്ന് രണ്ട് പേരെ പോയി കണ്ടു. അവിടെ സ്റ്റാലിൻ എന്ന് പറയുന്ന MK സ്റ്റാലിൻ എന്ന് പറയുന്ന ഒരാളാണ് അവിടെ ഭരിക്കുന്നത്, മുഖ്യമന്ത്രി. MK സ്റ്റാലിനെ പോയി കണ്ടു. ആ സ്റ്റാലിനോട് പറഞ്ഞു, അതെ, ഞാൻ അങ്ങ് കേരളത്തിൽ നിന്ന് വരുക. കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു റിബലാണ് ഞാൻ. അതോടൊപ്പം കേരളത്തിൽ എനിക്ക് ഒരുപാട് ആൾക്കാർ എൻ്റെ പിന്നാലെ തന്നെ കൂടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ അവിടെ പറഞ്ഞെടുത്ത് കുത്തുന്ന കുറേയധികം ആൾക്കാരുണ്ട്. അതുകൊണ്ട് എന്നെ നിങ്ങളുടെ കൂടെ ചേർക്കണം. എൻ്റെ പേര് അൻവർ എന്നാണ്. എല്ലാവരും സ്നേഹപൂർവ്വം അൻവർക്ക എന്ന് വിളിക്കും. ഇത്രയും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവിടെ ചെന്ന ഒരു മര്യാദയ്ക്ക്, തമിഴ്നാട്ടുകാരല്ലേ, ചെന്ന മര്യാദയ്ക്ക് ഒരു മാലയും ഷാളും ഒക്കെ കൊടുത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്തു. ആ DMK-യിലേക്ക് എന്നെ പിടിച്ചു ചേർക്കണം, അതായത് ദ്രാവിഡ മുന്നേറ്റ കഴകം. നമ്മൾ കുറച്ച് നാളിന് മുമ്പുള്ള കഥയാണ് പറയുന്നത്. അപ്പോൾ ആ ദ്രാവിഡ മുന്നേറ്റ കഴകത്തിലെ ഒരു അംഗമാക്കി എന്നെ മാറ്റണമെന്നായിരുന്നു അൻവർക്കായുടെ ആകെ ഉണ്ടായിരുന്ന ഒരു പറച്ചിൽ അല്ലെങ്കിൽ ആവശ്യം. അപ്പോൾ ഈ പറയുന്ന കക്ഷി, അതായത് MK സ്റ്റാലിൻ, നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി അത്യാവശ്യം നല്ലൊരു ബന്ധം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അന്നേരം പറഞ്ഞു, അതെ അൻവറെ, നമുക്കിപ്പോൾ സമയമില്ല. കാര്യം ഇപ്പം നിങ്ങളെപ്പോലുള്ള ഒരാളെ ഇനിയിപ്പോൾ തൽക്കാലത്തേക്ക്, അതും വിശേഷിച്ച് അങ്ങ് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിയെ പിണക്കി അവിടുത്തെ ഭരണ സംവിധാനത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് അവിടുത്തെ പോലീസുകാരെയും ചീത്ത വിളിച്ചു. അവർ പോലീസുകാരെന്തോ ഇവിടെ കള്ളക്കടത്ത് നടത്തുന്നവരാണ് എന്ന് വരെ പറഞ്ഞ് പരത്തി ഇവിടെ വന്നിരിക്കുന്ന ഒരാളെ ഉൾക്കൊള്ളാൻ തൽക്കാലം ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നിരാശനായ അൻവർ കാക്ക നേരെ വന്നു, നിങ്ങളുടെ DMK ഒന്നും എനിക്ക് വേണ്ട, ഞാൻ സ്വന്തമായി DMK ഉണ്ടാക്കി കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നേരെ കേരളത്തിലേക്ക് വെച്ച് പിടിച്ചു. വന്ന വരവിൽ നേരെ ചാടി പറഞ്ഞു, എനിക്കും ഉണ്ടൊരു DMK. അപ്പോൾ ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ പറഞ്ഞു, അതായത് PV അൻവർ എന്ന് പറയുന്ന കാക്ക ഉടൻ തന്നെ ഒരു DMK-യുടെ സ്ഥാനാർത്ഥിയായിട്ട് കേരളത്തിൽ മത്സരിക്കാൻ പോവുകയാണ്. DMK കേരളത്തിൽ വേരോട്ടത്തിന് വേണ്ടി സഹായിക്കാൻ പോകുന്ന ശക്തനായ ഒരു നേതാവൊക്കെ ആയി മാറും എന്ന് പറഞ്ഞ് ഇവിടുത്തെ കുറേ അണികൾ പറഞ്ഞങ്ങ് പരത്തി. അതായത് ഈ സപ്പോർട്ടേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ. അങ്ങനെ അൻവർ കാക്ക കേരളത്തിൽ വന്നു. അവിടെ പോയതിൻ്റെ ഗമ കുറയ്ക്കരുതല്ലോ, അതുകൊണ്ട് DMK എന്നൊരു പേരിട്ട് പുതിയൊരു പാർട്ടി അങ്ങ് രൂപീകരിച്ചു. ആ DMK-യുടെ പേര് നമുക്ക് അറിയാം, ഡെമോക്രാറ്റിക് മൂവ്മെൻറ്റ് ഓഫ് കേരള എന്നാണ് ആ DMK-യുടെ ഒരു പൂർണ്ണ രൂപം എന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ DMK രൂപീകരിക്കുന്നു. അവിടെ ഇവിടെയൊക്കെ സമ്മേളനങ്ങൾ വിളിക്കുന്നു. സമ്മേളനത്തിൽ കിടക്കുന്ന ഒരുപാട് ആളുകൾ വരുന്നു. അപ്പോൾ ഇങ്ങനെ ആളുകളൊക്കെ കൂടി അവിടെ മുഖ്യമന്ത്രിയെ ചീത്ത വിളിക്കുന്നു, ശശിയെ ചീത്ത വിളിക്കുന്നു, അജിത് കുമാറിനെ, MR അജിത് കുമാറിനെ ചീത്ത വിളിക്കുന്നു എന്ന് വേണ്ട എല്ലാവരെയും ചീത്ത വിളിച്ചുകൊണ്ട് വലിയ കാര്യമായി. പക്ഷേ അപ്പോഴും നമ്മൾ കേട്ടില്ല, VD സതീശനെ ചീത്ത വിളിക്കുന്നത് കേട്ടില്ല. അന്നേരെ എല്ലാവർക്കും എവിടെയൊക്കെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ മണത്തു. കുറച്ചു കാലത്ത് മുമ്പ് നിയമസഭയിൽ വെച്ച് പറഞ്ഞു, അവിടുന്ന് എന്തോ 150 കോടി എങ്ങാണ്ട് ഇവിടുത്തെ കേരളയിൽ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് VD സതീശൻ മീൻവണ്ടിക്കകത്ത് കടത്തിക്കൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ പറച്ചിലൊന്നും പിന്നീട് ഉണ്ടായില്ല. പിന്നീട് അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം, കമ എന്നൊരു അക്ഷരം മിണ്ടാൻ നമ്മുടെ അൻവറിന് നട്ടലില്ലായിരുന്നു, അല്ലെങ്കിൽ ചങ്കുറപ്പില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ DMK ഇങ്ങനെ ശക്തി പ്രാപിക്കുന്നു. അവിടെ കുറേയധികം ആൾക്കാർ അപ്പം ഉറപ്പിച്ചു, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മിക്കവാറും കോർപ്പറേഷനുകളും നഗരസഭകളും പഞ്ചായത്തുകളും ഒക്കെ DMK-യുടെ കൂത്തരങ്ങായി മാറുമെന്ന് ആൾക്കാർ തെറ്റിദ്ധരിച്ചു. മാധ്യമങ്ങൾ അതിന് വേണ്ട പരിഗണന കൊടുക്കുകയും പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ നമ്മുടെ ഇദ്ദേഹം അവിടെ വന്ന് ഉടനെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് കൂടി വന്നു. അതാണ് ബൈ ഇലക്ഷൻ, ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. 3 വന്നു. ആ 3 വന്ന സമയത്ത് നേരെ എന്നാൽ പിന്നെ DMK-ക്ക് ശക്തി കാണിച്ചല്ലേ പറ്റൂ, ഉറപ്പായിട്ട് ഞങ്ങൾ ശക്തി കാണിച്ചിരിക്കും, ഞങ്ങൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും, ഇവിടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തും, അതായത് പാലക്കാട്, ചേലക്കര, ഇനിയും വേണ്ടി വന്നാൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെയും സ്ഥാനാർത്ഥിയെ നിർത്തും എന്നുള്ള ലെവലിലായി ഈ അൻവർക്ക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പറഞ്ഞ്, പ്രിയങ്കയ്ക്കെതിരെ നിർത്തി വെറുതെ നമ്മുടെ ഒരു സ്ഥാനാർത്ഥിയെ പൊട്ടിക്കണോ? വേണ്ട. കാര്യം പ്രിയങ്ക അങ്ങ് ദേശീയ നേതൃത്വമായി വരുന്നതാണ്. അപ്പം ഒരു കാര്യം ചെയ്യാം, നൈസായിട്ട് VD സതീശനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അതെ, ഞാൻ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ പിന്തുണ കൊടുക്കാൻ പോവുകയാണ്. എൻ്റെ DMK-യും ഞാൻ അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ആളുകളും അവിടെ പ്രിയങ്ക ഗാന്ധിയെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കും എന്ന് VD സതീശന് ഇട്ടൊരു സന്തോഷ വാർത്തയും കൊടുത്തു. VD സതീശൻ കേട്ട് ദിദംഗ പുളകിതനായി എന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പോൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാനൊരു ഉപായം അങ്ങോട്ട് പറയാം. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ ഒരു ചേലക്കര ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു വന്ന ആളാണ് കേട്ടോ, അതുകൊണ്ട് പുള്ളിയെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്.
ഞങ്ങളുടെ സ്ഥാനാർത്ഥിയാ. നിങ്ങളുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ എന്തിനാ വെറുതെ മത്സരിപ്പിക്കുന്നത്? നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന് ഞങ്ങളുടെ DMK-യിലേക്ക് ചേർന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞാൻ അവിടെ മത്സരിപ്പിക്കുമ്പോൾ പിന്നെ UDF-ന് പ്രത്യേകിച്ച് ഒരു സ്ഥാനാർത്ഥിയുടെ ആവശ്യമുണ്ടോ? അവിടെ രമ്യ ഹരിദാസ് അയ്യേ ഛേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഏറ്റവും അവസാനം രമ്യ ഹരിദാസിനെ കുറ്റം പറഞ്ഞു തുടങ്ങി. അതായത് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നു, പൊതുപ്രവർത്തകർ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമ്യ ഹരിദാസ് ഒരിത്തിരി ലിപ്സ്റ്റിക് ഇടുന്നതാണോ കുഴപ്പം? അല്ലെങ്കിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് സാധാരണക്കാർ പോകുന്നത് എന്താ തെറ്റാണോ? ഈ രീതിയിലൊന്നും ഈ പറയുന്ന പുരോഗമന വിരുദ്ധനാകരുത് അൻവർക്ക എന്ന് പലരും ഉപദേശിച്ചെങ്കിലും അതിലൊന്നും വീണില്ല. പിന്നീട് എന്തായിരുന്നാലും ഒരു കാര്യം ചെയ്യാം, എന്തായിരുന്നാലും അത് നടക്കത്തില്ല, തമാശ പറയരുതെന്ന് VD സതീശനും പറഞ്ഞു. അപ്പോൾ VD സതീശന് തോന്നിയത് അൻവർ പറഞ്ഞ തമാശയായിട്ടാണ്. കാര്യം എന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഞാനിവിടെ നിർത്താം, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്ക്, രമ്യ ഹരിദാസിനെ പിൻവലിക്ക്, അങ്ങനെയാണെങ്കിൽ പാലക്കാട് ഞങ്ങൾ വോട്ട് ചെയ്തോളാം. പക്ഷേ എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ അവിടെ പോയിട്ട് അൻവർക്ക എന്ത് ചെയ്തു, നേരെ അവരുടെ സ്ഥാനാർത്ഥിയെ അങ്ങ് പിൻവലിച്ചു. അവിടെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാകുമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കുപ്പായമൊക്കെ തയ്പ്പിച്ചിരുന്ന കക്ഷിക്ക് പണി കിട്ടുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ശക്തി കാണിക്കണമല്ലോ, ഭയങ്കരമായ ശക്തിയാണ് ഞങ്ങൾക്ക്, ഞങ്ങൾ DMK-കാരെന്ന് പറഞ്ഞാൽ കൊച്ചു പുള്ളികളൊന്നുമല്ല, ഈ കേരളത്തിലുള്ള സകലമാന ആൾക്കാർ ഞങ്ങളോടൊപ്പമാണ്. കാര്യം എന്താ, ഞങ്ങൾ ഭരണത്തിനെതിരാണ്, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സാധനം ആളിക്കത്തിച്ചവരാണ് ഞങ്ങൾ DMK-കാർ എന്ന് PV അൻവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കൊണ്ടുവന്ന് വലിയൊരു റോഡ് ഷോ നടത്തി, ബലൂണുകളുടെ ബഹളം ബഹളം ബഹളം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ അയാൾ ചെന്നിട്ട് ചോദിച്ചു, അതെ നിങ്ങൾ എവിടുന്ന് വരുമോ? അതെ ഞങ്ങൾ ഈ ഇതിന് തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ആൾക്കാരാണ്, ഞങ്ങൾ അതുപോലെ ഈ ചെറിയ ചെറിയ പണിയൊക്കെ കിട്ടുമല്ലോ, അതുപോലെ കാറ്ററിങ്ങിന് പോകുന്ന ആൾക്കാരാണ്, ഞാൻ പിന്നെ ഈ സിനിമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നതാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം, അവിടെ പോയി കഴിഞ്ഞാൽ 500 രൂപ കിട്ടും, ഇത് 1000 രൂപ കിട്ടും എന്നൊക്കെ അവർ പറയുന്നത് കേട്ടപ്പോഴാണ് അൻവർക്ക നിങ്ങൾ തേച്ചല്ലോ എന്ന് സാധാരണക്കാർ. കാര്യം അൻവർ ബാക്കി എല്ലാവരും വിചാരിച്ചത് ഒക്കെ DMK-യുടെ പ്രവർത്തകരാണ് ഈ കൊടിയും പിടിച്ച് പ്ലക്കാർഡും കൊണ്ട് നടക്കുന്നത്. ഈ വന്ന ചേച്ചിമാർക്കാകട്ടെ ഈ അൻവർക്കാരുടെ ഒരു ഫോട്ടോ കണ്ടപ്പോൾ അവർ വിചാരിച്ച് വേറെ ഏതോ രാഷ്ട്രീയക്കാരനാണ്, ആരുടെയോ യാത്ര നടത്തുകയാണ് എന്നൊക്കെ വിചാരിച്ചു പോയി. കാര്യം ആർക്കും അൻവർക്കെ അറിയില്ല, അതാണ് സാധാരണക്കാർക്കൊന്നും ഉള്ളിലേക്കൊന്നും എത്തിച്ചേർന്നിട്ടില്ല. എന്നിട്ട് അതും തേഞ്ഞൊട്ടിയല്ലോ. ഇവിടെ UDF-കാർ പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ പ്രിയങ്ക ഗാന്ധിയും ജയിച്ച്, ചേലക്കരയും മേഘദാസും തോറ്റു, പാലക്കാട് ഇവരും ജയിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിലും ജയിച്ചു കഴിഞ്ഞപ്പോഴേക്ക് അവിടെ UDF-കാർ പറഞ്ഞു, അൻവറെ ഇനിയിപ്പോൾ തൽക്കാലം അൻവർ നിൽക്കണ്ട, അൻവർ പതുക്കെ എങ്ങോട്ടെങ്കിലും ഒക്കെ ഒന്ന് ചാടിക്കൂ. അൻവർ പറഞ്ഞേ എന്നെ അങ്ങനെ തളർത്താൻ കഴിയില്ല, ഞാൻ ദാ പോകുന്നു, ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ പോകുന്നു. കേട്ടവർ മൂക്കത്ത് വിരൽ വെച്ചു. ദേശീയ രാഷ്ട്രീയത്തിലേക്ക് PV അൻവറോ, എന്ത് ക്വാളിറ്റി ഇരുന്നിട്ട് എന്ന് ചിന്തിച്ചു. കാര്യം സ്വന്തമായി കാശിറക്കി, സ്വന്തമായി പോസ്റ്റർ അടിച്ച്, സ്വന്തമായി ഒട്ടിച്ച്, അങ്ങനെ ഏറനാട് ആദ്യമായി മത്സരിച്ച് പരാജയപ്പെട്ട് പിന്നീട് CPM-ന്റെ ടിക്കറ്റിൽ വന്ന് നിലമ്പൂർ മത്സരിച്ച് ജയിച്ച ഒരാൾ കൂടിയാണ് PV അൻവർ എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെ നേരെ PV അൻവർ പോയി എവിടേക്ക്, നേരെ ബംഗാളിലേക്ക് വെച്ച് പിടിച്ചു. അപ്പോൾ ചെന്നൈ ചെന്നു, ചെന്നൈയിൽ നിന്ന് വീണ്ടും നേരെ ബംഗാളിലേക്ക് ട്രാവൽ ചെയ്ത് ആരെ കാണാൻ, ആരെ കാണാൻ പോയി, തൃണമൂൽ കോൺഗ്രസിനെ പോയി കാണാനുള്ള ഒരു ശ്രമം നടത്തി. അതിന് മുമ്പ് ഇവിടെ നമ്മുടെ തമിഴ്നാട്ടിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചെറിയ ഭിന്നിപ്പുണ്ടായി. അങ്ങനെ കുറേ പേര് മനില കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി. അതായത് അങ്ങനെ അതിനെ കൂടെ തമിഴ് മനില കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന, അപ്പോൾ ഇതിനെ കൂടെ പിടിച്ച്, അപ്പോൾ ഇവരോട് സംസാരം ഉണ്ടാക്കി, ഞാനേ ഒന്ന് പോയിട്ട് വരാം, ഒന്ന് കറങ്ങിയേച്ചും വെച്ച് വരാം, നമ്മുടെ കൺവിൻസിങ് സ്റ്റാർ എന്ന് പറയുന്ന പോലെ നമ്മുടെ സുരേഷ് കൃഷ്ണയ്ക്ക് ഇടയ്ക്കൊരു പേര് കിട്ടിയില്ലേ എന്ന് പറയുന്ന പോലെ അവിടെ ചെന്ന് ഈ തമിഴ് മനില കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, അതെ ഞാനിപ്പം അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം, ഡൽഹി വരെ ഒന്ന് പോയിട്ട് വരാം, പോയി കാര്യങ്ങൾ ഒതുക്കത്തി തീർപ്പാക്കി ഇവിടെ നമ്മൾ തൃണമൂൽ കോൺഗ്രസിനെ കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഈ കൺവിൻസിങ് സ്റ്റാർ നേരെ എവിടേക്ക് പോകുന്നു, നേരെ ഡൽഹിക്ക് വെച്ച് പിടിക്കുന്നു. അവിടെ ചെന്നിട്ട് രാജ്യസഭാ കക്ഷി നേതാവുണ്ട് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ, അതായത് ഡെറിക് ഒബിയാൻ എന്ന് പറയുന്ന അയാളെ പോയി കണ്ടു. അതോടൊപ്പം തന്നെ സ്മിത ദേവി അവിടുത്തെ MP-യെ പോയി കണ്ടു. ഇവരെ രണ്ടുപേരെയും മീറ്റ് ചെയ്തിട്ട് പറഞ്ഞു, അതെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കോൺഗ്രസ്സുകാരുണ്ട്, അതായത് കോൺഗ്രസിൽ നിന്ന് ഭിന്നിച്ച് മാറി നിൽക്കുന്ന കുറച്ച് നേതാക്കന്മാരുണ്ട്, അതോടൊപ്പം പാലക്കാട് അവിടുത്തെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമുണ്ട്, പിന്നെ പാർട്ടിയിൽ നിന്ന് വിടാൻ തയ്യാറായി നിൽക്കുന്ന കുറേയധികം ആൾക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നമ്മളതൊന്ന് ഒത്തുപിടിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ഇതുവരെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നൊരു പേര് പോലും കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഒരാളെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ആ സാഹചര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിനെ നമുക്ക് ഇവിടെ ഒന്ന് ക്ലച്ച് പിടിപ്പിച്ചാലോ, അതായത് കേരളത്തിൽ നമുക്ക് ഇച്ചിരി തൃണമൂൽ കോൺഗ്രസിൻ്റെ 5-6 വിത്ത് കൊണ്ടങ്ങോട്ടിട്ട് ഇച്ചിരി വെള്ളവും വളമൊക്കെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇത് കയറി അങ്ങ് പുഷ്പിക്കും. അപ്പോൾ ആ പുഷ്പമൊക്കെ നമുക്ക് പറിച്ചെടുത്ത് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കിയാലോ എന്നൊരു ചോദ്യം അവരോട് ചോദിച്ചു. അപ്പം അൻവർക്ക പറയുന്നത് മിക്കവാറും കാര്യങ്ങൾ നടക്കും, പുള്ളിക്കാരൻ തൃണമൂൽ കോൺഗ്രസ് ആവും, മമതാ ബാനർജിയുടെ ഫോട്ടോ വീട്ടിൽ വെച്ച് വിളക്ക് കത്തിക്കും എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ PV അൻവർ.
അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിൽ ചെന്നിട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ കൺവിൻസിങ് സ്റ്റാർ ആണല്ലോ. കാര്യം എന്താ, അവിടെ മഹിളാ കോൺഗ്രസ്സുകാരോട് പറഞ്ഞു ഞാൻ ഇപ്പം പോയിട്ട് വരാം, ഇപ്പം ശരിയാക്കി തരാം എന്ന് പറഞ്ഞു. അവിടെ ചെന്നേച്ച് പറഞ്ഞ എന്താ, ഇവിടെ തമിഴ്നാട്ടിൽ കുറേ പേരുണ്ട്, തമിഴ്നാട്ടിൽ ഈ മഹിളാ കോൺഗ്രസ്സുകാരെ ഞാൻ ചാക്കിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ട്, അവർക്ക് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഘടകമായി മാറാൻ അവർക്കൊരു താല്പര്യമുണ്ട്, അങ്ങനെ ഒരു കക്ഷി രൂപീകരിക്കാൻ അവർക്ക് അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേരിലെ ഒരു വാക്ക് മാത്രം എടുത്ത് മാറ്റിയ തമിഴ് മനില എന്നുള്ള എടുത്ത് മാറ്റി ഇവിടെ തൃണമൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം തീരുമല്ലോ. അപ്പോൾ ഈ രീതിയിലുള്ള കളികളാണ് PV അൻവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ കാര്യം സാധിക്കും, ഇവിടെ ഉടനെ ഇവിടെ മഞ്ചേരിയിൽ ചിലപ്പം വിളിക്കും, കോഴിക്കോട് ചിലപ്പം ഞങ്ങൾ സമ്മേളനം വിളിക്കും, അതല്ലെങ്കിൽ കൊണ്ടോട്ടിയിൽ വിളിക്കും. സമ്മേളനം അപ്പോഴത്തേക്ക് സമ്മേളന ഡേറ്റ് വരെ ഫിക്സ് ചെയ്തു, വെന്യൂ വരെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഈ കളി കളിക്കുന്നത്. അപ്പം ഇവിടെ നിന്ന് കുറേയധികം ആൾക്കാരുണ്ടത്രേ. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര മനോഹരമായി അല്ലെങ്കിൽ എത്രയോ നല്ല രീതിക്ക് ഇതാണ് പറയുന്നത്. എന്താ പറയുക, മാളിക മുകളേറി മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് പറഞ്ഞിട്ട് പൂന്താനം എഴുതിയ വരികളുണ്ട്. അതാണ് ജ്ഞാനപ്പാനയിലെ ആ വരികളാണ് നമുക്ക് ഓർമ്മ വരുന്നത്. വളരെ മനോഹരമായി അല്ലെങ്കിൽ വളരെ ശക്തനായ ഒരു MLA എന്നുള്ള നിലയിൽ ജനങ്ങൾ അറിഞ്ഞുകൊണ്ടിരുന്ന, ജനങ്ങൾ തിരിച്ചറിഞ്ഞ PV അൻവർ എന്ന് പറയുന്ന ഒരാളുടെ ഗതികേട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. തമിഴ്നാട്ടിൽ പോയി DMK-ക്കാർ ആട്ടി ഓടിച്ചു വിട്ടു. ഇവിടെ വന്ന് UDF-ൻ്റെ കൂടെ ഇപ്പം ചേർന്നുകൊണ്ട് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മുഴുവൻ കോർപ്പറേഷനും പഞ്ചായത്തുകളും അതോടൊപ്പം മുനിസിപ്പാലിറ്റികളും പിടിച്ചെടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് UDF-നെ തഴുകി തലോടി സൂചിപ്പിക്കാനായിട്ട് ചെന്നു. ഇപ്പോൾ അവിടെ ഇറക്കിയിരിക്കുന്ന ഇപ്പം അവിടെ അതായത് ചേലക്കരയിൽ ഇപ്പം വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു. എന്തെല്ലാം വീരവാദങ്ങൾ മുഴക്കിക്കൊണ്ട് കേരളക്കാരെ പറ്റിക്കുകയാണ് സത്യത്തിൽ ചെയ്യുന്നത്. സത്യത്തിൽ ഈ നിലമ്പൂർ MLA ആയിരിക്കുന്ന PV അൻവർ ആ നാട്ടിലെ ജനങ്ങളോട് ചെയ്യുന്ന ഈ തീർത്താ കൊടിയ വഞ്ചന തന്നെയാണ് ഇതെന്ന് പറയേണ്ടി വരും. നിങ്ങളൊരു LDF-ൻ്റെ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് തന്ന് നിങ്ങളെ ജയിപ്പിച്ചത്. നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷകളെയെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ജനങ്ങളെ ശുദ്ധമായി പറഞ്ഞാൽ വഞ്ചിച്ചൊരു പരുവമാക്കുകയാണ് PV അൻവർ ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് ഞാൻ തൃണമൂലാകുമെന്ന്. അപ്പോൾ എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കേണ്ടി പോവാ, അല്ല ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാലോ. എന്നിട്ട് മഹിളാ കോൺഗ്രസ്സുകാരുടെ മുന്നിൽ ഇപ്പോൾ കൺവിൻസിങ് സ്റ്റാർ ആണ്. അപ്പോൾ ഉടനെ അത് കൺവിൻസ് ചെയ്തിട്ടാണ് വന്നത്. ഞാനിപ്പോൾ ഡൽഹി പോയി മമതാ ബാനർജിയെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് ഉദ്ഘാടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് പോയിരിക്കുന്നത്. അവിടെ ഇപ്പം പറയുന്നത് ഉടനെ കാര്യങ്ങൾ മിക്കവാറും ഉടനെ തീർപ്പാവും. മിക്കവാറും എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവ് ഇപ്പം വേറൊരു തരത്തിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ മമതാ ബാനർജി അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ചീള് കേസൊക്കെ എടുത്ത് മടി വെക്കാൻ ശ്രമിക്കുമോ? അല്ലെങ്കിൽ തന്നെ PV അൻവർ പറഞ്ഞാൽ തൃണമൂൽ കോൺഗ്രസിലേക്ക് മാറുന്ന എത്ര കോൺഗ്രസ്സുകാരും CPM-കാരും നമ്മുടെ കേരളത്തിലുണ്ട്, അല്ലെ BJP-ക്കാരും ഉണ്ട്. അങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല. ഇപ്പോൾ തന്നെ ഏതെങ്കിലും ഒരു പ്രകടനം നടത്തുമ്പോഴോ സമ്മേളനം നടത്തുമ്പോഴോ ഈ പറയുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളെ പ്രൊഡക്ഷൻ കൺട്രോളറോട് പറഞ്ഞ് അവർക്ക് കുറച്ച് പൈസയും കൊടുത്തു, അവർക്ക് സിനിമയിൽ കിട്ടുന്നതിനെക്കാട്ടിലൊരു 500 രൂപ കൂടുതലും കൊടുത്ത് വേണമെങ്കിൽ കൊണ്ട് നിർത്താൻ പറ്റും. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതിനെയൊക്കെ ഒരു പാർലമെൻ്ററി പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ പാടുള്ള കാര്യമാണെന്ന് PV അൻവറിന് ഇത്ര കാലമായിട്ട് മനസ്സിലായില്ല എന്നുള്ളതാണ്. ഇതാ പറയുന്നത്, ഇപ്പം നിലാവത്ത് അഴിച്ചുവിട്ട ഒരു കോഴിയെ പോലെ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് PV അൻവർ മാറിയത് അതിദാരുണമായ ഒരു രാഷ്ട്രീയ മാറ്റമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ.